അപ്പം നമ്മുടെ ചാനൽ വഴി ഒരു തവളയും കൂടി പരിചയപ്പെടുത്തുന്നുണ്ട്. ആരും ഉപയോഗിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ അഹങ്കാരം എന്ന് പറയും, അതുകൊണ്ടൊന്നും പറയണില്ല കേട്ടോ. പിന്നെ ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ റെക്സൻ. വെൽക്കം ടു മൈ ചാനൽ ടാക്ലി വ്ലോഗ്സ്. അതേ നമ്മുടെ കൂടെ കുറച്ച് കൊച്ചു പിള്ളേർ വന്നിട്ടുണ്ടാ ഒരു ഫിഷിങ് കാണാൻ വേണ്ടി വന്നേക്കണം. ഹായ് പറഞ്ഞടാ. അപ്പം നമ്മളിന്ന് ഒരു ഫ്രോഗ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നേക്കണം. ടെസ്റ്റ് ചെയ്യേണ്ട കേസില്ല, അത് നമുക്ക് ഓൾറെഡി റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഫ്രോഗ് ഒരു മീൻ എനിക്ക് കഴിഞ്ഞ ദിവസം കിട്ടിയായിരുന്നു. മഴയായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചുമ്മാ ഒന്ന് എറിഞ്ഞു നോക്കിയപ്പോൾ പറഞ്ഞാൽ അടിച്ചായിരുന്നു. ഇതാണ് ഫ്രോഗ് കേട്ടോ. വേണ്ട 6 to 7 ഗ്രാമേ വെയിറ്റ് ഉള്ളൂ. അത്യാവശ്യം നല്ല കാസ്റ്റിംഗ് ഡിസ്റ്റൻസ് ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഫ്രോഗ്. നല്ല ഇതിൻ്റെ കളറ് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കളറാണ്. മീനെ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യും. പിന്നെ എനിക്ക് ഏറ്റവും സവിശേഷകരമായിട്ട് തോന്നിയത്, നമ്മൊരു സ്ഥലത്ത് വലിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 4-5 പേർക്കുള്ളിൽ തന്നെ മീനുണ്ടെങ്കിൽ അടിക്കും. നമ്മൊരു സ്ഥലത്തിട്ട് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 4-5 പേർക്കുള്ളിൽ തന്നെ മീനുണ്ടെങ്കിൽ മീനടിക്കും. അതാണ് എനിക്ക് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി ആയിട്ട് തോന്നുന്നത്. വേറെ പ്രത്യേകിച്ച് സ്പെഷ്യാലിറ്റി ഒന്നുമില്ല. ഇത് മാഷി ടാക്കിൾസിൻ്റെ ഫ്രോഗാണ് കേട്ടോ. ഇതിൻ്റെ മോഡൽ നെയിം കമേലിയോൺ V2 എന്നാണ് കേട്ടോ. ഓക്കെ, നമ്മളിത് ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മീൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അവിടെ നമ്മൾ അത്രയും വലിയൊരു മീൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പ്രതീക്ഷിക്കാനുള്ള സ്ട്രൈക്കായിരുന്നു. എന്നാലും മീൻ ഹുക്കപ്പായി കയറിയിട്ടാ. വലിയ മീനായിരുന്നു. കലക്കം മീനുണ്ടോ? ഈ ഫ്രോഗിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത്, അത് കുറേ പ്രാവശ്യം എറിയേണ്ടി വന്നില്ല. കൂടിയൊന്നൊരു 5 പ്രാവശ്യത്തിനുള്ളിൽ എറിഞ്ഞാൽ മീൻ ഉണ്ടെങ്കിൽ അടിക്കാനുണ്ട് അപ്പം തന്നെ. സ്പിന്നർ മിട്ടാ കടിച്ചത്, ശവം പിടിച്ച മര്യാദക്ക് അടിക്കരുത് കിട്ടിയാനെ. പിന്നെ ഒരു മീൻ കണ്ടുപിടിക്കാൻ പറ്റിയത് 3/4 മണിക്കൂറിന് ശേഷം വരുന്നുണ്ടാ. ഫ്രോഗ് കമേലിയൻ തന്നെ. ഇതിലടിക്കണ മിക്ക മീനുകളും ആദ്യത്തെ എറിക്ക് അല്ലെങ്കിൽ രണ്ടാമത്തെ എറിക്ക് തന്നെയാണ് അടിക്കണം കേട്ടോ. പല ഫ്രോഗുകളെയും കുറേ പ്രാവശ്യം കണ്ടു കഴിഞ്ഞിട്ട് അടിക്കണം. ഇതിനെ കാണുമ്പോൾ തന്നെ അടിക്കുന്നുണ്ട്. നമ്മുടെ ഫസ്റ്റ് മീൻ കേട്ടോ. വേറെ തവളാക്കിട്ട് തപ്പി കളിക്കായിരുന്നു. ഞാൻ ചുമ്മാ ഇട്ട് നോക്കിയതാണ്. പരിധിക്കുള്ളിൽ പൊക്കാൻ പറ്റില്ല. മീൻ കേട്ടോ, കാണിച്ചു തരാം. സൂപ്പറായിട്ട് ഹുക്കായിട്ടുണ്ട് കേട്ടോ. ആദ്യം ഒരെണ്ണം അടിച്ചായിരുന്നു. അതിൻ്റെ സ്ട്രൈക്ക് കിട്ടില്ല. നല്ല മീനായിരുന്നു. പക്ഷെ അത് കയറിയില്ല കേട്ടോ.
അത് ശരിക്കും തവള കിട്ടില്ല, മഴ പെയ്യണോണ്ട് ഒരു ആക്രാന്തത്തോട് അടിക്കണില്ല. ഉണ്ടാ മൊത്തം 2 ഫോളോയും ഒരു സ്ട്രൈക്ക് വയലറിനാൻ കയറിയിട്ടാ. ഫോളോ അല്ല, ഈ മഴയത്തായോണ്ട് പയ്യനെയാണ് തന്നെ പെട്ടെന്നില്ല കടാഞ്ഞ് മഴത്തുള്ളി വീണോണ്ട് അതിൻ്റെ ആക്ഷൻ കിട്ടും. നല്ല കിട്ടുകാച്ചി ആക്ഷൻ ഉണ്ട് ഫ്രോഗ്, അത്യാവശ്യം കൊള്ളാം, നല്ല കാസ്റ്റിംഗ് ഡിസ്റ്റൻസ് ഉണ്ട്. ഫ്ലോട്ടിംഗ് ഒന്നും അല്ല. അടുത്തടുത്തുണ്ട് കേട്ടോ, ചെറുതാണ്, നമുക്ക് തിരിച്ചു വിട്ടേക്കാം. ഭയങ്കര ചെറുതാണ്, 100 ഗ്രാമൊക്കെ ഉണ്ടാവുള്ളൂ. നമുക്ക് അടുത്തടിച്ചിട്ടുണ്ട് കേട്ടാ, ചെറുതാണ്, റിലീസ് ചെയ്യാം. കഴിഞ്ഞ ദിവസം എടുത്ത തവളയില്ല കേട്ടാ. അപ്പോൾ അതേ ഇത്രയും ചെറുത് വരെ ഇവനെ അടിക്കോട്ടാ. ഇത്തിരി സീനാണ്, നല്ല ഹുക്കപ്പാണ്ട്. അടിച്ച് തെറിച്ച് കൊണ്ടിട്ടൊന്നും മീൻ ഊരിപ്പോയില്ല, സാധാരണ ഊരിപ്പോകാറുണ്ട്. അപ്പോൾ നമുക്ക് പിന്നെ തിരിച്ചുവിടാം. വലിപ്പമില്ല, 100 ഗ്രാമൊക്കെ കഷ്ടി ഉണ്ടാവുള്ളൂ. ഇറങ്ങിയിടാനേ പറ്റുള്ളൂ. ഇവിടെ വെള്ളം അൺറീച്ചബിളാണ്. ഇവിടെ വെള്ളം കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പുല്ലാണ് ഫുള്ള്. ഒരു മീനോടെ ഇപ്പം ഉണ്ടായിരുന്നു, ഇവിടെ വെച്ച് കൊടുക്കാം. വെക്കേണ്ടി വന്നില്ല. അടി കൊണ്ടപ്പോൾ തന്നെ എൻ്റെ ബോധം പോയിട്ട. അയ്യോ, ഇവൻ വന്നിച്ച് ഇങ്ങനെ ഇരിക്കണ്ട. അതിൻ്റെ ഉള്ളിടാം, അവിടെ ഒന്നും പോണില്ല. പിടിക്കാൻ നോക്കാം. ഇങ്ങനെ എടുത്തിട്ട്